Hello, dear students. Welcome to CS Classroom. My name is Emmanuel. ഈ വീഡിയോ സീരീസിൽ we are going to discuss about a course named as Digital Electronics and Logic Design. The 2024 സ്കീമിൽ ഇതിന്റെ പേര് ചേഞ്ച് ആയിട്ടുണ്ട്. 2019 സ്കീമിൽ it was called as Logic System Design. First topic is the number system. What do you mean by number system? നമുക്കറിയാം ഒരുപാട് നമ്പർ സിസ്റ്റംസ് ഉണ്ട്, റൈറ്റ്? നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്, വേർ വി ആർ ടേക്കിംഗ് നമ്പേഴ്സ് ഫ്രം 0 to 9. അതേപോലെ നിങ്ങൾക്കറിയാം റോമൻ നമ്പർ സിസ്റ്റം ഉണ്ട്. നമ്മൾ അതിൽ ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്, റൈറ്റ്? സോ 1 ഇങ്ങനെ, 2, then 3, 4, ഇതെല്ലാം ഡിഫറെന്റ് രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. So ഒരുപാട് നമ്പർ സിസ്റ്റംസ്. So first is decimal number system where we have symbols from 0 to 9. ഈ 0 to 9 എന്ന് പറയുന്ന സിമ്പിൾസും അല്ലെങ്കിൽ ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ഡിജിറ്റ്സും, എല്ലാ സംഖ്യയും, എല്ലാ നമ്പറും എഴുതുന്നത്. സപ്പോസ് യു തിങ്ക് ഓഫ് എ ബിഗർ നമ്പർ സച്ച് ആസ് 7,24,852. ഇത്രയും വലിയ ഡിജിറ്റിലും ഇത്രയും വലിയ സംഖ്യയിലും ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നത് 0 to 9 ആയിരിക്കും. സിമിലർലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ വലിയൊരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഓക്കെ? പക്ഷെ ആ ഇംഗ്ലീഷിൽ ഇത്രയും വലിയ വേർഡ് ഉണ്ടെങ്കിൽ തന്നെ ആ വേർഡിൽ ഉള്ള എല്ലാ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സും A to Z സിമ്പിൾസ് ആയിരിക്കും, അല്ലെ? കാരണം അതിന്റെ ആൽഫബറ്റ് A to Z ആണ്. അതുപോലെ തന്നെ നമ്മൾ നമ്പർ സിസ്റ്റത്തില് ഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴത്തേക്കും 0 to 9 ആണ് സിമ്പിൾ. 10 എന്ന് പറയുന്നത് ഒരു വേറെ സിമ്പിൾ അല്ല, ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് 0 and 1. 11 നോക്കുവാണെങ്കിൽ 2, 1 വരുന്നുണ്ട് അവിടെ. പിന്നെ 12 നോക്കുവാണെങ്കിൽ 1, 2, റൈറ്റ്? സോ ഇത് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് നമ്മൾ ഇതിനെ പറയും. പൊസിഷൻ മാറി മാറി അത് അതിന്റെ ഡിഗ്രി കൂടി കൂടി പോകും. ഓക്കെ, നമ്മൾ ഈ ഇതിന്റെ സ്ലൈഡ് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. രണ്ടാമത്തത് ബൈനറി നമ്പർ സിസ്റ്റം. So in binary number system, what we are doing is we only have 2 digits or 2 symbols. നമുക്ക് എത്ര വലിയ നമ്പറിനെ കാണിക്കാനാണെങ്കിലും we are using only 2 symbols. What are these symbols? 0 and 1. Okay, so if you are showing 10 or 15 or 24, you can only show these numbers using 2 symbols, 0 and 1. Okay, now third is hexadecimal number system. What is hexadecimal? ഇവിടെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. സോ ബേസ് ഓഫ് ഡെസിമൽ നമ്പർ ഈസ് 10, ബേസ് ഓഫ് ബൈനറി നമ്പർ ഈസ് 2 ആൻഡ് ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ ഈസ് 16. ഓക്കെ, അപ്പൊ 16 സിമ്പിൾസ് ഇവിടെ ഉണ്ട്. 16 സിമ്പിൾസ് ഹൗ? 0 to 9 അത് ഡെസിമൽ നമ്പറിനെ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ 0 to 9 ആയിരിക്കും. After that, because we need 16 symbols, right? So A, B, C, D, E, F ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? A stands for 10. ആക്ച്വലി 10 എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമുക്ക് ഹെക്സാഡെസിമൽ ഇല്ല. സോ 10നെ നമുക്ക് കാണിക്കാൻ വേണ്ടി വി ആർ യൂസിങ് ക്യാപിറ്റൽ A, റൈറ്റ്? അതുപോലെ തന്നെ 11നെ നമ്മൾ കാണിക്കാൻ വേണ്ടി വി ആർ യൂസിങ് ക്യാപിറ്റൽ B. സോ അതുപോലെ 0 to 15 നമ്പർ വരെ നമ്മൾ എന്താണ് ഇതിനെ ഡിനോട്ട് ചെയ്യും, റൈറ്റ്? സോ 0 to 9 സെയിം ആയിരിക്കും. ഫ്രം 10, 11, 12, 13 and 14 and 15 A, B, C, D, E, F വെച്ചായിരിക്കും നമ്മൾ കാണിക്കുന്നത്, റൈറ്റ്? സോ ദാറ്റ് ഫോംസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വേർ ദ ബേസ് ഈസ് 16. Now let us come to another number system which is called as the octal number system. Octal word നമ്മൾ കേൾക്കുമ്പോൾ എന്താണ്? Octagon, right? Octagon means 8 sides, right? So octal number system എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും ബേസ്, റൈറ്റ്? സോ 8 ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും 0, 1, 2, 3, 4, 5, 6 and 7. 8 എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ആ സിമ്പിൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഇല്ല, റൈറ്റ്? സോ ഇൻ ഓർഡർ ടു ഡിനോട്ട് 8 നമ്മൾ എന്താണ് 0 to 7 ഡിജിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഇസ് നോ സച്ച് സിമ്പിൾ ആസ് നമ്മൾ 8 ഇങ്ങനെ വരയ്ക്കത്തില്ലേ, അങ്ങനെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8 എന്ന് പറയുന്നതും 9 എന്ന് പറയുന്നു, 10 എന്ന് പറയുന്ന അങ്ങനെ ഒരു 8 or 9 അങ്ങനെ ഒരു സിമ്പിൾ അവർക്കില്ല.
So in order to show any large number, you are using only symbols from 0 to 7, right? So these are number system. But number system ഇത്രയും 4 number ഇനിയുണ്ട്. നമ്മൾ you can use 5 as base, you can use 6 as base, right? പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതിൽ നമുക്ക് കൂടുതലും വരുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആൻഡ് ഓക്ടൽ നമ്പർ സിസ്റ്റം. ഈ 4 നമ്പർ സിസ്റ്റം ആയിരിക്കും നമ്മൾ തുടർന്നും കാണാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us discuss decimal number system. So decimal number system, as we have seen, it is a number system with a base value of 10, right? Why 10? Because it has symbols or digits from 0 to 9, right? So it uses 10 digits. What are they? 0 to 9 for the creation of numbers. Now, each digit in the number is at a specific place with a place value of a product of different powers of 10. What does this mean? ഇവിടെ നമ്മളിപ്പോൾ ഒരു നമ്പർ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം യൂണിറ്റ് പ്ലേസ് ഉണ്ട്, ടെൻസ് പ്ലേസ് ഉണ്ട്, ദെൻ 100 പ്ലേസ്, 1000 പ്ലേസ്. നമ്മൾ എലിമെന്ററി മാത്തമാറ്റിക്സിൽ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. സപ്പോസ് നമ്മൾ 255 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുവാണെങ്കിൽ ദി റൈറ്റ് മോസ്റ്റ് 5 എന്താണ്? യൂണിറ്റ് പ്ലേസ് ആണ്. അതിന്റെ തൊട്ട് അടുത്ത് വരുന്നത് 5, ദാറ്റ് ഈസ് ദ 10th പ്ലേസ്. 2 is the 100th place, right? So we move from right to left, right to left. നമ്മൾ എന്താണ്? പവേഴ്സ് ഓഫ് ഇൻക്രീസിംഗ് പവേഴ്സ് ഓഫ് 10ലായിരിക്കും പോകാൻ പോകുന്നത്, റൈറ്റ്? സോ റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റിന് പവർ എന്തായിരിക്കും? 0 ആയിരിക്കും. 10 raised to 0. രണ്ടാമത്തെ പ്ലേസ് ഫ്രം ദി റൈറ്റ് ഈസ് 10 raised to 1, 10 raised to 2, so on. അങ്ങനെ പവേഴ്സ് കൂടി പോകും. സോ വി കോൾ ഇറ്റ് ആസ് യൂണിറ്റ്സ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, എക്സെട്ര, റൈറ്റ്? So for example, see 10264 has a place value as, so you can see 4 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ പവർ എന്താണ്? You can see 4 into 10 raised to 0 plus 6 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 10th ആണ്. So into 10 raised to 1 plus 2ന്റെ എന്താണ്? 2 into 10 raised to 2. അടുത്ത 0 into 10 raised to 3. I hope you get it, right? So 1 into 10 raised to 4. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തെ ഇവൻച്വലി നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. യു ക്യാൻ സി, റൈറ്റ്? സോ എന്താണ് ഇതിന്റെ അർത്ഥം? എവറി പ്ലേസ് ഹാസ് ഇറ്റ്സ് ഓൺ പവർ, റൈറ്റ്? സോ 10 raised to നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ബിക്കോസ് വി ആർ യൂസിങ് ഡെസിമൽ നമ്പർ സിസ്റ്റം. സോ ഇതേ ലോജിക് നമ്മൾ വേറെ നമ്പർ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യണം. സപ്പോസ് വി ആർ അപ്ലൈയിങ് ഇറ്റ് ഫോർ ബൈനറി നമ്പർ സിസ്റ്റം. സോ എന്തായിരിക്കും? 10 മാറി എന്താവും? 2 ആവും. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. നമ്പർ നമ്മൾ ബേസ് 3 എടുക്കുവാണെങ്കിൽ 10 മാറി 3 ആവും. നമ്മൾ ഹെക്സാഡെസിമൽ യൂസ് ചെയ്യുകയാണെങ്കിലോ 10 മാറി 16 ആവും, റൈറ്റ്? സോ ദിസ് ഈസ് ഡെസിമൽ നമ്പർ സിസ്റ്റം. Now let us come to binary number system. What is binary number system? Base value as 2. What are the symbols? 0 and 1, right? So number system with base value 2 is termed as binary number system. It uses 2 digits. What are they? 0 and 1 for the creation of numbers. Any big number, whatever, how much big it is, you must use only 0 and 1 as your digits. All right. Third point. The binary number system is very useful in electronic. Why? Because namakariam 2 states. What are they? On and off. Appo on and off. On നമ്മൾ 1 ആയിട്ട് കാണുവാണെങ്കിൽ, ഓഫ് നമ്മൾ 0 ആയിട്ട് കാണുവാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താണ്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്. കാരണം 2 സ്റ്റേറ്റേ ഉള്ളൂ. നമുക്കറിയാം ട്രൂ ആൻഡ് ഫോൾസ്. ലോജിക്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ 2 കാര്യങ്ങളേ ഉള്ളൂ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, റൈറ്റ്? സോ നമ്മൾ അങ്ങനെ കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക് സിഗ്നൽസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മുടെ ഡേറ്റനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡെസിമൽ നമ്പേഴ്സ് 0 to 9 ആർ റിപ്രസെന്റഡ് ഇൻ ബൈനറി. എങ്ങനെയാണ് നമ്മൾ 0 to 9 നമ്മുടെ ഡെസിമൽ നമ്പറിൽ അത് നമ്മൾ ബൈനറി ആയിട്ട് എങ്ങനെ കാണിക്കും? 0 being 0, 1 is 1, 2 നമ്മൾ എങ്ങനെ കാണിക്കും? This is not 10, this is 1 0. How is 3 represented? 1 1. Now 4 വരുമ്പോഴത്തേക്കും ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. This becomes 1 0 0, right? It is not 100. Okay, remember this is not 100 or 101, 101. This is 101 and 10 അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യണം നമ്മൾ. All right, so 4 is what? 100. What is 5? 101. What is 6? 110.
What is 7? 1, 1, 1. 8 വരുമ്പോൾ you can see again the place is shifted to the left. It becomes 1, 0, 0, 0. And 9 എന്തായിരിക്കും? 1, 0, 0, 1 ആയിരിക്കും. ഇത് ഡീറ്റെയിൽ നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ. Then suppose 14 എന്ന് പറയുന്ന നമ്പർ ഉണ്ട് വിച്ച് ഈസ് റിപ്രസെന്റഡ് ഇൻ ഡെസിമൽ. നമ്മൾ യൂസ് ചെയ്യുന്ന 14 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? 1, 1, 1, 0. 19 നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? 1, 0, 0, 1, 1. 50 നമുക്ക് എങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുക? 1, 1, 0, 0, 1, 0. റൈറ്റ്. ഇതിന്റെ കൺവേർഷൻ എങ്ങനെയാന്നുള്ള കാര്യം നമ്മൾ കാണും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും. റൈറ്റ്. സോ യു ക്യാൻ സി ഈ നമ്പേഴ്സ് എല്ലാം നമ്മൾ 114, 119, 50 ഇതെല്ലാം നമുക്ക് എന്താണ് ബൈനറിയിലും എഴുതാൻ പറ്റും. ഇറ്റ് ബിക്കംസ് ലെങ്തി ബട്ട് നമുക്ക് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. Let us come to the next number system which is called as the hexadecimal number system. Okay, again ഇതിന്റെ ബേസ് എന്തായിരിക്കും? If you can recall, the base is 16. Okay. So the number system with base value 16 is termed as hexadecimal number system. Right? എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് യൂസസ് 16 digits. Right? It is not using 10 digits. It is not decimal. It is not binary. It is hexadecimal. So it must have 16 digits. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്ത ആളുകൾ എന്ത് ചെയ്തു? 0 to 9 വരെയും ഡെസിമൽ എന്താണ് യൂസ് ചെയ്തത് അതുപോലെ തന്നെ യൂസ് ചെയ്തു. 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന് വേണ്ടി എന്താണ് ABCDEF യൂസ് ചെയ്തു. എന്തിനാ അത് യൂസ് ചെയ്തത്? ബിക്കോസ് അവർ ഇംഗ്ലീഷുകാരായതുകൊണ്ട്. റൈറ്റ്. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആൾക്കാരാണെങ്കിൽ അതേപോലത്തെ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സോ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 11, 10 to 15 അവരുടെ ലാംഗ്വേജിന്റെ ആൽഫബറ്റിലാണ് A to F എടുത്തിരിക്കുന്നത്. റൈറ്റ്. സോ യു ക്യാൻ യൂസ് എനി അതർ ലാംഗ്വേജ് ഓൾസോ. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്. പക്ഷേ ഹെക്സാഡെസിമലിൽ ദേ ആർ യൂസിങ് A to F. സോ ഇത് ക്ലിയർ ആണ്. 16 digits, 0 to 9 ഡെസിമലിന്റെ അതേ സിമ്പിൾസ് ആണ്. ദെൻ 10 to 15 they are using ABCDEF. Right. So നമ്മൾ 10 എങ്ങനെയായിരിക്കും റിപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ഹെക്സാഡെസിമലിൽ? You can simply write A. So if you have written A in hexadecimal number system, it means 10 in decimal number system. Right. B ആണ് നമ്മൾ എഴുതിയിരിക്കുന്നെങ്കിൽ it means 11. നമ്മൾ C ആണ് എഴുതിയിരിക്കുന്നെങ്കിൽ it means 12. Right. So വലിയ നമ്പറിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. 10 വരുന്ന സ്ഥലത്ത് 10, 11, 12, 13 ഒക്കെ വരുന്ന സ്ഥലത്ത് അതിന്റെ കറസ്പോണ്ടിങ് സിമ്പിൾസിനായിരിക്കും നമ്മൾ കാണിക്കുന്നത്. Alright. Now, third point, why this is useful? നമ്മൾ മെമ്മറി അഡ്രസ് ലൊക്കേഷൻസിനെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. When the time comes, you will understand what is memory address locations. Okay. Now, examples. See, നോക്കിക്കേ 255. This can be written as FF. Now, ഇത് എങ്ങനെ FF എഴുതിയത്? നമ്മൾ ബേസ് കൺവേർഷൻ വരുമ്പോൾ we will study. 1096 അത് ഡെസിമൽ നമ്പർ ആണ്. 1096. റൈറ്റ്. അതിന് നമ്മൾ എങ്ങനെയാണ് ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? You can see 448. You cannot say that it is 448. No. 448 in hexadecimal. What about 4090 in hexadecimal? It is converted as FFA. Right. So FFA എന്ന് കാണുമ്പോൾ അതൊരു അബ്രിവേഷൻ അല്ല. It is what? It is number basically. It is in hexadecimal. Alright. So these are the basic numbers. Base conversion we will discuss in the next video. I hope you like this video. See you in the next video. Thank you.